ഓപ്റ്റിമസ് പ്രൈം. എനിക്ക് സ്വർണ്ണം അല്ലേ, സ്വർണ്ണം പൂത്ത് നിൽക്കുന്ന പോലെ. നമ്മുടെ ന്യൂസിലാൻഡിന്റെ പേര് മൗറിയിലുള്ള പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദ ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്. അതാണ് ആ കാണുന്നത്. ന്യൂസിലാൻഡിലെ ഒരു കൊച്ചു ഗ്രാമം. ചെറിയ ചെറിയ കടകൾ, ചെറിയ ചെറിയ വീടുകൾ. ഇതൊക്കെ ഉണ്ട് അല്ലേ, കുറെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ, ഫാർമേഴ്സ് മാർക്കറ്റ്. സ്ട്രോബറി ഒന്ന് കഴുകിയെടുക്കണ്ടായിരുന്നല്ലേ? മൗണ്ടൻ ബാക്ക്ഡ്രോപ്പ്. അറിയോ enjoying the drive? അടിപൊളി സ്ഥലം, മൗണ്ടൻ ബസ്. ഇതിന്റെ മണ്ടക്കോട്ട് നോക്കി ഒരു പുതപ്പ് പോലെ. ഹലോ, എന്താ അവിടെ പരിപാടി? വെയിറ്റ് ചെയ്യാ. എന്തിനാ വെയിറ്റ് ചെയ്യുന്നു? അത് കേറാൻ. അതിന്റെ പേര് ഉരുവില് കേറാൻ. ഫെറി, ഫെറി. അതെ, നമ്മുടെ നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലോട്ട് പോകാൻ 3.5 മണിക്കൂർ നീണ്ട ഒരു ഫെറി. അതിൽ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കാണ് കയറാൻ അല്ലേ? കാറുകൾ അപ്പുറം, വലിച്ചോണ്ട് പോകുന്ന വണ്ടികൾ ഇവിടെ, ക്യാമ്പേഴ്സ് ഇവിടെ. ഇതിനപ്പുറത്ത് എന്താ അറിയില്ല. ഇനി 3.5 മണിക്കൂർ റെസ്റ്റ് ആണ്. റെസ്റ്റ് അല്ല, ഇനി കയറാനൊരു കുറച്ച് സമയം എടുക്കുമല്ലോ. കയറാനൊരു 1 മണിക്കൂർ. ഓരോ ബുക്കിങ്ങിന്റെയും മറ്റേ പല പല വെസലുണ്ടാവും. എല്ലാം ഒറ്റ ഒരെണ്ണോ? അതെ, ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും അല്ലേ? ഓരോന്നിനും ഓരോ റേറ്റ്. നമ്മളാകെ വെയിറ്റ് ചെയ്ത് ഒരുമാതിരിയായി. വിശന്നിട്ട് പാടില്ല. അകത്ത് വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. അതാണ് നമ്മുടെ ഫെറി. അതാണ് നമ്മുടെ ഫെറി. ഇത്ര ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അല്ലേ? 3.5 മണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ സ്ട്രേറ്റ് ഫെറോണിയ. ഓ, എന്ത് വലിയ വലിയ വണ്ടിയൊക്കെ കയറുന്നേ. ട്രെയിലർ സെപ്പറേറ്റ് പാർക്ക് ചെയ്യല. എല്ലാം കേട്ടി അടുത്ത നമ്മളാണ് വലിച്ചു നീട്ട് വണ്ടികളൊക്കെ പോകും. ജങ്കാറ് കേറിയിട്ടുള്ള ഞാനും അതെ. ബൈക്കിലായിരുന്നു, കാറും കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടില്ല, പക്ഷെ ഇതിൽ കയറിയിട്ടുണ്ട്, നടന്നു ആസ് എ പാസഞ്ചർ. എന്താ പറഞ്ഞു? വെൽക്കം അബോർഡ് സ്ട്രേറ്റ് ഫെറോണിയ. ചെരിച്ചു വരുന്നോ? നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലല്ലേ വണ്ടിക്ക്. ഓക്കെ, സൂക്ഷിച്ച് കയറ്റിക്കോ. ചരിച്ച് കയറ്റിയില്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും വരും അല്ലേ? ഓ, അതാ കേറുമല്ല അല്ലേ? ഒരു പുതുപുത്തൻ അനുഭവം. നമ്മൾ ഇതിന്റെ ഉള്ളിക്കാന്ന് തോന്നുന്നു കേട്ടോ. അതാ, ഇതാണ് നമ്മുടെ പോർട്ട്.
ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നു. നാലാമതായില്ലേ? യെസ്. How are you feeling? വളരെ വളരെ മികച്ച. എവിടാണ്? അങ്ങോട്ടാണോ? നമുക്ക് സൈഡ് ബർത്ത്. സൈഡ് ബർത്താ? അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് അടയ്ക്കോടാ, നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല ഈ സ്പേസ്. ഇത് അടച്ച് നമ്മൾ ഇറങ്ങണം. കടി കണ്ടിട്ടുണ്ടെങ്കിലും പറ്റി തള്ള സഹിക്കാൻ. അണ്ണാ നമ്മള് പോവാറായോ? വണ്ടി എടുത്തു ഇതാ നമ്മൾ പോവുകയാണ്. ഇനി ഒരു 3.5 മണിക്കൂറുണ്ടല്ലേ? ആ വീഡിയോ എടുത്ത് എന്റെ അവസ്ഥയാ. ഞാനിവിടെ എങ്ങനെയോ ബാലൻസ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാലിന്റെ കാണാൻ അടി തെറ്റിയാ ഞാൻ പറഞ്ഞു. ഞാൻ വീഡിയോ ഇടൂല, എന്റെ കയ്യിലെ ചോരോട്ടൊക്കെ തലച്ച്. ഇത് രസമല്ലേ കാണാൻ? സിറ്റി ബാക്ക്ഡ്രോപ്പ്. പിക്ടൺ അല്ലേ? We are in the South Island. സൗത്ത് ഐലൻഡിൽ എന്താണ് ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തത്? ഡ്രാസ്റ്റിക്കലി ഡിഫറെന്റ് വെതർ. ഭയങ്കര തണുപ്പും കൊടയുമാണ്. കൊടയല്ല കോട. ഡോഗ്ജിയുടെ വണ്ടി. ഇതാ
നോക്ക് എത്ര വലിയ ട്രെയിലറാ നോക്ക്. കാറിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോവാ. ഈ അപ്പാപ്പന്റെ വണ്ടി നല്ല വലുതാ കേട്ടോ. നല്ല രീതിയുണ്ട്. അങ്ങനെ നമ്മളിതാ റോഡിലേക്ക്. നെൽസൺ മണ്ണ് പിടിച്ചാൽ മതി. വേണ്ട നെൽസൺ ഇതാ റൈറ്റ് സൈഡില്. ചോദിച്ച് പോവാം. യെസ്, സൗത്തിന്റെ മുഖം ഒന്ന് വേറെ കേട്ടോ. റിമോട്ടാണ്. നല്ല നല്ല വഴികൾ, പച്ചപ്പും ഹരിതാപയും കണ്ട് മനസ്സ് നിറഞ്ഞ്. ക്വീൻസ് ടൗണിലോട്ട് പോകും തോറും ഇതിങ്ങനെ ഓട്ടമിന്റെ കളേഴ്സ് കൂടി വരുന്ന പറഞ്ഞ. നമ്മളിപ്പോ എടുത്ത ഡീടൂർ എന്ന് പറഞ്ഞാലേ ഡീടൂർ അല്ല, നമുക്ക് 2 പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്ന് ക്രൈസ്റ്റ് ചർച്ച് വഴി നേരെ ലേക്ക് ടക്കേപ്പോ. അത് സ്ട്രെയിറ്റ് ഒരു വഴി 7 മണിക്കൂർ യാത്ര. പിന്നെ 8 മണിക്കൂർ 8.5 മണിക്കൂർ എടുത്താൽ നെൽസൺ വഴി പോകും. നെൽസൺ ഗ്രേമൗത്ത് അതുവഴി. പക്ഷേ നെൽസൺ ടു ഗ്രേമൗത്ത് ആണ്. അതിലൊരു റോഡുണ്ട്, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ. അതെ, അതാണ് കാണുന്നത്. മഴ വെല്ലുവിളിയാണെന്ന് പറയുന്നു, പക്ഷെ പോവാണ് അല്ലേ. മഴയുടെ നാട്ടിൽ നിന്ന് വന്ന നമ്മളോട് തിരിവുകൾ. ഏറ്റവും കൂടുതൽ ഇവിടെ സന്തോഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്. മുഖം കാണാൻ പറ്റാത്തത് പറക്കണ്ട. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ഏതൊരു ഹോസ്റ്റലേഴ്സിന്റെയും ദേശീയ ഭക്ഷണമായ നൂഡിൽസ് മുട്ടയിട്ട് ചിക്കി പൊരിച്ച് അതിൽ നൂഡിൽസ് ഇട്ടൊരു പിടി പിടിക്കാം. എത്ര മുട്ട? 4 മുട്ട എടുത്തോ. പ്രോട്ടീൻ ഇല്ലേ? ഓക്കെ, മുട്ട എടുത്ത് നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വായിക്കാം. ആ കവറങ്ങ് കൂടണോ? വേണ്ടല്ലേ. ഓക്കെ, ഒരു ഡെക്കറേഷന് ഇത്തിരി സോസേജ് ആയാലോ? സോസേജ് എടുത്ത് നോക്കാലോ. അല്പം ഡെക്കറേഷൻ ആവാം. പിന്നെ നമ്മൾ ഉള്ളി മുറിക്കുന്നതായിരിക്കും. നമ്മുടെ ദുബൈക്കാരുടെ സ്വന്തം അത് നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം അല്ലേ? കഥി കടാര ഇത്യാദി സാധനങ്ങൾ ഇതിനിടയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെന്ന് വിശ്വസിക്കാം. അയ്യോ, തിരിഞ്ഞത് കാരണം വരത്തില്ല. ഞാൻ ഇതെന്തിനാണ് ഈ ഒരു
യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പുഴുത്ത മണമുണ്ട്. അതെ, ഈ കഴുകിയിട്ട് അന്നേരം തന്നെ അടച്ചു വെച്ചതാണ് അതിന്റെ ഒരു പിന്നെ നമ്മുടെ കയ്യിൽ കത്തിയില്ല, അപ്പൊ അതുകൊണ്ട് ഉള്ളിയെല്ലാം ഞാൻ കടിച്ചു. അതെ, അത് മതി, കടിച്ചു പറിച്ചെങ്കിടാന്ന്. ഒരു ബട്ടർ നൈഫ് ഉണ്ട്, അത് വെച്ച് ട്രൈ ചെയ്യാം. ഇവിടത്തെ ഇപ്പൊ യജ്ഞം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിയില്ല, അതെ, അപ്പൊ ബട്ടർ നൈഫ് വെച്ച് പിടി പിടിക്കാന്നാണ്. നോക്കൂ, ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ കടിച്ചു പറിക്കുക. ഇല്ല, ഇത് നടക്കുന്നു തോന്നുന്നില്ല. നടക്കില്ല, കട്ടിംഗ് ബോർഡ് എന്ന പേരിൽ ഉണ്ടല്ലോ, എങ്കിലും ഉണ്ടല്ലോ മോനെ. കുത്തി ഇറക്കിയ കടിച്ചു പറിക്കി. ഓ, കടിക്കാന്ന് വയ്യ, അല്ലെങ്കിൽ കുത്തി ഇറക്കി. യെസ്, ഉള്ളി മുറിച്ച കത്തിയുടെ മൂർച്ച പോകുന്ന കേട്ടുള്ള. പരീക്ഷണം വരുന്നത് മതിയടേ, അതൊക്കെ പരീക്ഷണം വരുന്നത്. പരീക്ഷിക്കരുത്, ആകെ കത്തിയില്ലാത്തൊരു മുഹൂർത്തത്തിൽ എന്തും ചെയ്തു പോകും. മിക്കവാറും ഇത് ചേന അരിഞ്ഞു വെട്ടി 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 ഞാനൊരു അരിയാൻ പാടായിരിക്കും, അല്ലെങ്കിലേ അങ്ങ് ഇതാക്കിയാണ്. അതങ്ങ് മുരിച്ചെടുത്തിട്ട് കടിച്ചു കൂട്ടിയാലോ? അതൊക്കെ മതി. കാര്യം പറിച്ചെടുക്ക്, എതളതളാക്ക്. നല്ലോണം ചതയുന്നുണ്ട്. സാരല്ല, കുറച്ച് സത്തൊക്കെ പോട്ടെ, 4 വെട്ടിക്കൂട്ട്. എന്റെ ദൈവമേ, കണ്ണെരിയുന്നുണ്ടോടാ? വേണ്ട, വേണ്ടാത്തോണ്ട. എങ്ങനെയുണ്ട് ബുദ്ധി? ഭയങ്കരമായ ആണ്. ചതഞ്ഞ് നീരെല്ലാം പോയി. കണ്ടാ, ബട്ടർ നൈഫ് വെച്ച്. ഇതാണ് പറയുന്നത് ആവശ്യം എന്തിന്റെ മാതാവാണെന്ന്. എന്തിന്റെ മാതാവാണെന്ന് പറയില്ലേ? എന്തിന്റെ എന്താണെന്നായിട്ട് പറഞ്ഞു. അല്ല, പല ഇൻവെൻഷനുകൾ നടക്കുന്നത് മനുഷ്യന്റെ അതിയായ ആവശ്യം മൂലമാണെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾ പരീക്ഷിക്കുന്നോ? ഓൾറെഡി പരീക്ഷണത്തിലല്ലേ. ഇടയിൽ ഞാൻ വന്ന നമുക്ക് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും അറിയാത്തത് കൊണ്ട് എന്ത് പറഞ്ഞാലും അതങ്ങ് പറയാമല്ലോ. കരയില്ല. കൈമുറിയൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. പേടിയില്ല. കൈമുറിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2 കഷ്ണം എടുത്ത് കളഞ്ഞാലോ? എങ്ങനെയുണ്ട് ഐഡിയ? ഓരോരോ ഇതളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല മികച്ചതല്ലേ? ഇത് സത്യമായിട്ട് ഉള്ളി തന്നെയാണോ? ഇവിടുത്തെ നല്ല മണ്ണില് വളഞ്ഞ ഉള്ളിയല്ലേ, അതായിരിക്കും. എന്തായാലും കത്തിക്കിടുന്നുണ്ടോ? കുഴപ്പമില്ല, ഉള്ളിയല്ലേ, പച്ചയായാലും നിന്നാലോ. അതുകൂടെ കേട്ടോ. ആ കണ്ണ് വെച്ച്, ആ കൈ വെച്ച് അതൊക്കെ തിരിച്ചു വേണോ? അപ്പൊ ഏകദേശം ഉള്ളി സോസേജ് മുറിക്കാൻ ഇത്ര ഉണ്ട്. ഇത്തിരി ഉള്ളി. ഇത് സോസേജ് ആണെന്ന് പറയപ്പെടുന്നത്. ഇതിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്ത് പറ്റി നമ്മടാ? ഉരുട്ടി എടുക്കുന്നു. അയ്യോ, ഇത് ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് മറ്റേതാ. ഓ, അങ്ങനത്തെ. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് ഗ്രില്ല് ചെയ്യണോടാ. ഇത് മറ്റേ ഇത് ഇങ്ങനെ പറ്റില്ല. പറ്റില്ല. ഇത് തന്നെ ഗ്രില്ല് ചെയ്യണം അല്ലേ? ഇതൊരു പരാജയമായിരിക്കുന്നു അല്ലേ? ഒരു കാര്യം ചെയ്യാം, അല്ല ഒരു കാര്യം ചെയ്യ്, നൂഡിൽസിനകത്തോട്ട് ഈ അകത്ത് കിടക്കുന്ന സാധനം അങ്ങ് പിഴിഞ്ഞിട്. മുട്ട ചിക്കുന്നതിന്റെ കൂടെ ആ തൊലി വേണ്ട നമുക്ക്.
അപ്പൊ നമ്മൾ ഓരോരോ ഡിഷ് കണ്ടുപിടിക്കുന്ന വഴിയേ ഒരു രക്ഷയില്ല. മസാല എന്ന പേരിൽ നമുക്ക് ആകെ എന്താണുള്ളത്? ഉപ്പുണ്ട്, കുരുമുളകുണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ട്. അല്ല ഇതാദ്യം വേവിക്കണ്ടേ? ഒരു പാനോട് വേണ്ടി വരും അല്ലേ? എല്ലാം റെഡിയായി. എന്ത് പാത്രം പാത്രം വെച്ചാൽ ഇതെല്ലാം റെഡിയാവോ? ഇരിക്കുന്നല്ല അങ്ങനെ റെഡിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിനകത്ത് എണ്ണ കനോള ഓയിലാണ്. കനോള ഓയിൽ എന്താ? കനോള ഓയിൽ എന്താ? ഇതേ കണ്ടുള്ളൂ അവിടെ. പിന്നെ ഒരു കോയിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങ എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ അടുക്കാൻ പറ്റാത്തതുകൊണ്ട്. എടാ അത് ആ അടപ്പങ്ങ് അതും പൊട്ടിച്ച് കളയല്ലേ ചെയ്യുന്നത്? അത് ഇങ്ങനെ പിടിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം എല്ലാം പോയില്ലേ? പൊട്ടിത്തെറിയാവരുത്. അങ്ങനെ നമ്മുടെ ആദ്യപടിയായ എണ്ണ വീണിരിക്കുന്നു. ഇനി എന്താ ചെയ്യാ? ഇതിനോടത്ത് വറക്കണം അതോ ആദ്യം ഉള്ളിട്ട് വറക്കണം? ഉള്ളിയും കിട്ടോ? ഈ ഉള്ളി വറുത്ത് വരണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. ഇത്തിരി ക്രഞ്ചി ഇരുന്നാലും പ്രശ്നമില്ല. ഇത്തിരി ക്രഞ്ചിനെസ് ഇരുന്നാലും പ്രശ്നമില്ല. അല്ല ഇത് ഇളക്കാൻ സ്പൂൺ ഉപയോഗിക്കാം. മതി. ഈ ഇത് തന്നെ എടുത്തോ? കത്തിയോ? വലിയ കഷ്ണം, വലിയ കഷ്ണം. ബട്ടർ നൈഫ് വെച്ച് ഇത്ര പറ്റുള്ളൂ. എന്നിട്ട് അത് ആർക്കും കൊടുത്തിട്ട് പോകും? ആ കത്തിക്ക് കൊടുത്തിട്ട് പോകും. ആ അടിക്ക് പിടിച്ചു കേട്ടോ. അടിക്ക് പിടിച്ചു. ഇനി നമ്മളതിലിടാൻ പോകുന്നത് 4 മുട്ടയാണ്. ഇതാണ് നമ്മുടെ നൂഡിൽസ്. നൂഡിൽസ് തയ്യാറായിരിക്കുകയാണ്. തയ്യാറാവാനൊന്നുമില്ല, പിന്നെ നമ്മൾ പറയുമ്പോൾ പറയാലോ. അല്ലേ? വാരിയിട്. ഒന്നും വേണ്ട, 4 മുട്ട, സോസേജ്, എന്തൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് മതി. ഒരു പ്ലേറ്റ് എടുക്കണ്ടായിരുന്നു. ഞാൻ അണ്ടാവിൽ കഴിച്ചാൽ പാത്രം കഴുകാൻ കാണാനുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ അല്ല മസാല. അയ്യോ, ഇനി മസാല ഇടണ്ടേ? നോക്കാം. ഓക്കെ.